നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു. യോഗയുടെ പ്രാധാന്യവും നിത്യജീവിതത്തിൽ യോഗ എത്രമാത്രം പ്രയോജനപ്പെട്ടതാണെന്നുള്ളതിൻ്റെ ചർച്ചകൾ നടന്നു വരികയാണ്. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ പാഠം ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: യോഗയും ഭിന്നശേഷി കുട്ടികളും. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കാനുള്ളത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ സ്മിത എസ് ശിവൻ. മാഡത്തിനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ സാമൂഹ്യ പാഠം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മാഡം. നമ്മൾ ഈ ജൂൺ 21 യോഗ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിവിധ മേഖലകളിലെ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് യോഗ എന്നൊരാശയം എങ്ങനെയാണ് ഉടലെടുത്തത് എന്നുകൊണ്ട് തന്നെ നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ സ്കൂൾ ഹെൽത്ത് യോഗ പോലുള്ള നിരവധി പ്രോഗ്രാമുകൾ നാം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്, നോർമൽ ചിൽഡ്രൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് യോഗ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്നത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. കാട്ടാക്കട മണ്ഡലത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA IB സതീഷ് സാറിൻ്റെ ഒപ്പം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശരിക്കും ഒപ്പം ബഡ് സ്കൂൾ യോഗ എന്നൊരാശയം ഞങ്ങൾ കൊണ്ടുവരുന്നത്. അവിടെ ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് യോഗ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഞങ്ങളിങ്ങനെ വളരെ വിശാലമായി ആലോചിക്കുമ്പോൾ ശരിക്കും അതിന് നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഓരോ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും നമുക്ക് തന്ന ഒരു വലിയ പിന്തുണയാണ് അവർക്ക് നമുക്ക് ഇങ്ങനൊരു യോഗ ബഡ് സ്കൂളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന, ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പ്രത്യേകിച്ചും സർക്കാർ അടിസ്ഥാനത്തിൽ അത്തരമൊരു സ്കൂളിലാണ് നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കൾ ബഡ് സ്കൂളിൽ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്ന മലയൻകീഴ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ നമുക്കൊരു ബഡ് സ്കൂളുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ബഡ് സ്കൂൾ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പള്ളിച്ചൽ വന്നപ്പോൾ അവിടെയും എന്തോ ഈശ്വരാധീനം പോലെ അവിടെയും നമുക്കൊരു ബഡ് സ്കൂളുണ്ട്. അവിടെയും നമ്മുടെ MLAയുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് അവിടെയും ബഡ് സ്കൂൾ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ വിളപ്പിൽശാല. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 10-11 വർഷം കൊണ്ട് ഞാൻ അവരോടൊപ്പം ഓടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ ശരിക്കും വളരെയേറെ പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് അവർക്ക് ബഡ് സ്കൂൾ യോഗ എന്ന പദ്ധതി ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ മാതാപിതാക്കൾക്കും ഒക്കെ തന്നെ അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബഡ് സ്കൂൾ യോഗ എന്നൊരാശയം ഞങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വിഷ്വൽ കണ്ടിട്ട് തിരിച്ചു വരാം. സംഘചത്വം സംവദത്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാം ഉപാസദേ സഞ്ജാനാനാം ഉപാസദേ സഞ്ജാനാനാം ഉപാസദേ. കണ്ണുകൾ തുറക്കാണ്ട് കൈകൾ ബാക്കിൽ കെട്ടി നമുക്ക് നമസ്കരിക്കാം. പതിയെ തല ഉയർത്തി കണ്ണുകൾ തുറക്കാണ്ട് കൈകൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് ചൂട് കൊടുത്ത് കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക. കൈകൾ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിക്കുക. ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കുനിഞ്ഞ് കാലിൽ തൊടുക. തല കുനിച്ച് വെക്കുക. നാം ഇപ്പോൾ കാണുന്ന ഈ ആസന പാദഹസ്താസനാണ്. കൈകൾ മേൽപോട്ട് ഉയർത്തി ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് മേൽപോട്ട് ഉയർത്തി പതിയെ കൈകൾ താഴ്ത്തിയിടുക. നമ്മുടെ മഹാത്മജി ബഡ് സ്കൂളിലെ കുട്ടികൾ യോഗ അഭ്യസിക്കുക എന്ന് പറയപ്പെടുന്നത് നമുക്ക് വളരെയധികം അഭിമാനകരമായ ഒരു കാഴ്ച തന്നെയാണ്.
വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുട്ടികളത് നല്ല ഹൃദിസ്ഥമാക്കി നല്ല രീതിയിൽ ചെയ്യുകയും പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും വിവിധ പ്രോഗ്രാമുകളിൽ അവർക്ക് യോഗ പരിശീലനം നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. അതിൽ പഞ്ചായത്തിന് വളരെയധികം അഭിമാനമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു കുട്ടികൾ വളരെ ഇനിഷ്യേറ്റീവായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്ഷമ ആവശ്യമുണ്ട്. അപ്പം ഈ പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് അവരെ എങ്ങനെയാണ് ഇത് ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഇവരെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ സ്പെഷ്യലൈസേഷൻ യോഗ നാച്ചുറോപ്പതി ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മുടെ മണ്ഡലത്തിൽ സാധ്യമാക്കുന്നതിനകത്ത്. അപ്പോൾ ശരിക്കും ഇവരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പോകുമ്പോഴേക്കും പലപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പം ചില അടിയും ഇടിയും ഒക്കെ നമുക്ക് കൊള്ളേണ്ടിയൊക്കെ വരും. പക്ഷേ എന്നിരുന്നാലും ക്ഷമയോടെ നമ്മൾ അവരോടൊപ്പം അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ സാധാരണ നമ്മളൊരു യോഗാഭ്യാസ മുറിയിൽ കാണുന്നത് പോലെ അത്രത്തോളം ഭംഗിയായിട്ട് അത്രത്തോളം കൃത്യതയോടെയൊന്നും ഇവർക്ക് ആദ്യകാലങ്ങളിൽ പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് ഇവർക്ക് ആവശ്യമാണ്. കാരണം അവരുടെ മനസ്സ് നമ്മുടെ മനസ്സിനോട് ചേർന്ന് വന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനെ അവർ ഉൾക്കൊണ്ട് അവരുടെ ശരീരത്തിലൂടെ അതിനെ കൃത്യമാക്കി ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഈ യോഗാഭ്യാസ മുറിയിലും പല തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്, അതേപോലെ മാനസികമായിട്ടുള്ള മറ്റു വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ അവരുടെ ഇപ്പം ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ സ്ലോ ആയിട്ട് അവർക്കത് പഠിച്ചെടുക്കാനും അവർക്ക് ചെയ്യാനും പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചില കുഞ്ഞുങ്ങൾ ഞാൻ ആ പറയുന്നതിനോടൊപ്പം തന്നെ അവർ കൃത്യമായിട്ടത് ചെയ്തു പോകുന്നുണ്ട്. ചില കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യം വരുന്നുണ്ട്. അവരിത് ചെയ്യുന്നത് വളരെ സാവധാനമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് അവരെ പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ വേണ്ട ഇവർക്ക് ചില നമുക്ക് പ്രത്യേക പരിഗണന ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ ആസനങ്ങളും ഇവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ എന്തെങ്കിലും യോഗ തെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ശരിക്കും നമ്മൾ പൊതുവേ ഇത്തരത്തിലുള്ള പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു തെറാപ്യൂട്ടിക് യോഗ എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും യോഗ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കും പോലെ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ആസച്ച് യോഗയുടെ ഒരു ക്ലാസിക്കൽ ഡെമോൺസ്ട്രേഷൻ രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മളൊരു തെറാപ്യൂട്ടിക് യോഗ അവർക്ക് ഏത് തരത്തിലുള്ള യോഗയാണ് ഏറ്റവും പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും ഒന്ന് മുട്ടുമടക്കി ഒന്ന് ഇരുന്ന് വജ്രാസനത്തിൽ നമുക്കൊന്ന് ഒരു പ്രയറിന് പോലും ഇരിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ പത്മാസനമൊന്നും ഇപ്പോഴും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സിദ്ധാസനമോ അതേപോലെ തന്നെ സുഖാസനമോ അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ പത്മാസനം കൊടുക്കുകയും അല്ലാത്ത കുട്ടികൾക്ക് വജ്രാസനം കൊടുക്കുകയും ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ പ്രയർ പോലും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിലും ഈ പറഞ്ഞ പോലെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് നിഷ്കർഷിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമുക്ക് നിഷ്കർഷിക്കാൻ സാധിക്കില്ല. പക്ഷേ വളരെയേറെ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ട് അവരെയും കൊണ്ട് കഴിയുന്ന തരത്തിൽ അവർക്കൊരു അഡാപ്റ്റീവായിട്ടുള്ള ഒരു യോഗ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും അത്തരത്തിലൊരു യോഗ പ്രാക്ടീസസ് ആണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. അതിന് ശേഷം ഇത് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ചെയ്യാൻ പോകുന്ന ത്രികോണാസനാണേ. അതിനുവേണ്ടി കാലുകൾ ദൂരെ ദൂരെ വെക്കോ. കാലുകൾ ദൂരെ ദൂരെ വെച്ചേ. കൈകൾ ഉയർത്തി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് പുറത്തോട്ട് ശ്വാസം വിട്ടുകൊണ്ട് വലത്തെ കൈ വലത്തെ കാലിൽ വെക്കുക. ഇടത്തെ കൈകളിലേക്ക് നോക്കുക. ഇടത്തെ കൈ വെള്ളയിലേക്ക് നോക്കുക. ഇടത്തെ കൈ വെള്ളയിലേക്ക് നോക്കുക. പതിയെ കൈകൾ താഴ്ത്തിയിട്ട് നേരെയാവുക. കൈകൾ ഉയർത്തി വെക്കുക. കാലുകൾ ദൂരെ ദൂരെ വെക്കുക. ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തെ കൈ ഇടത്തെ കാലുകളിലേക്ക് വെക്കുക.
ഇടത്തെ കൈ ഇടത്തെ കാലുകളിലേക്ക് വെക്കുക. കൈ വെള്ളയിലേക്ക് നോക്കുക. കൈ വെള്ളയിലേക്ക് നോക്കുക. ഓക്കെ, പതിയെ ശ്വാസം വിട്ടുകൊണ്ട് നേരെയാവും. വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാത്മജി ബഡ് സ്കൂള് ഏറ്റവും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് രക്ഷകർത്താക്കൾക്കും ഒരു അഭയസങ്കേതമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം ഈ നാളുകളിൽ തുടങ്ങിയിട്ടുള്ള യോഗ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലേക്ക് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്കുള്ള പ്രത്യേക തെറാപ്പിയുടെ കാര്യം ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ തന്നെ കണ്ടു. കുട്ടികളുടെ വലത്തെ കൈ നോക്കാൻ പറയുമ്പോൾ ഇടത്തെ കൈ നോക്കാൻ പറയുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് പിന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇവരെ അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത് മാഡം? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ കണ്ടു മാഡം പറഞ്ഞതുപോലെ ഇടത്തെ കൈ നോക്കാൻ പറയും. കാരണം അവർക്ക് ചോറുണ്ണുന്ന കൈയാണ് വലത്തെ കൈ എന്ന് നമ്മൾ പലതവണ പറഞ്ഞു കൊടുത്താണ് വലത്തെ കൈ ഏതാ ഇടത്തെ കൈ ഏതാന്ന് അവർക്കൊന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുക്കുക തന്നെ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ പറയണം വലത്തെ കൈ ചോറുണ്ണുന്ന കൈയുടെ സൈഡിലേക്ക്. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാണ് അവർ ആ കാലുകളിലേക്ക് കൈകൾ വെക്കുന്നതും. അതുപോലെ ഇടത്തെ കൈയുടെ വെള്ളയിലേക്ക് നോക്കാൻ പറയുമ്പോൾ ഒന്നുകിൽ അവർ കൈ അങ്ങ് കുനിച്ചു കൊടുക്കും, എന്നിട്ട് കൈയുടെ വെള്ളയ്ക്ക് അകത്തേക്ക് നോക്കാനുള്ള സംവിധാനം. അപ്പോൾ കൈ നേരെ വച്ച് തന്നെ കൈക്കുള്ളിലേക്ക് നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിന്ന് കഴിയുമ്പോൾ ആ ഒരു ട്രയാങ്കിൾ പോസ്റ്ററിൽ തന്നെ അവർ വരണം. ത്രികോണാസനാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ ആ ട്രയാങ്കിൾ പോസ്റ്ററിൽ വരാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കാനായിട്ട് നല്ല പ്രയാസമാണ്. നമുക്ക് കാണുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നിയിരുന്നാലും ഇത്രയും കുഞ്ഞുങ്ങളെ ഒരേപോലെ ആ ഒരു തരത്തിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയൊരു സ്ട്രഗിളാണ്. അത് എൻ്റെ മാത്രം സ്ട്രഗിളല്ല, ശരിക്കും നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഒക്കെ വലിയൊരു സ്ട്രഗിളാണ്. കാരണം നമ്മൾ മാസത്തിൽ ഒരു ദിവസത്തെ ഒരു യോഗയുടെ ഒരു ഒപ്പം യോഗ ബഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ക്ലാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കാരണം നമ്മുടെ OPയുടെ തിരക്കുകളുടെ ഇടയിൽ നമുക്ക് മാസത്തിൽ ഒരു ദിവസത്തെ ക്ലാസ്സാണ് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ദിവസവും എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് യോഗയ്ക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് മാറ്റി വെച്ച് ഞാൻ ഈ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ അവരവിടെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ അവരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അതിനെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ പേരൻസിൻ്റെയും ഒരു വലിയ സപ്പോർട്ടുണ്ട്. കാരണം വീടുകളിൽ ചെന്നാലും ഇവരെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ അവിടുത്തെ പേരൻസും വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യോഗയുടെ ഒരു വൻ വിജയം. നമുക്ക് സാമൂഹ്യ പാഠത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ആയിരത്തി 1918 എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വർഷം. ആ കാലഘട്ടത്തിൽ ലോകമാകെ ഒരു ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. വളരെയധികം ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് ആ കാലഘട്ടത്തിൽ ആളുകൾ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. നൂലുകൾ കഥ പറയുന്ന ചരിത്രത്തിന്റെ ഏടുകളിലൂടെ തിരുവല്ല തുകലശ്ശേരി CMS നെയ്ത്തുശാല. ഇണ്ടറിയപ്പം അല്ലെങ്കിൽ എണ്ടടിയപ്പം എന്നും പറയും. കൂടെ ഒരു സംസ്കൃതിയുടെ രുചി. സാമൂഹ്യ പാഠം തുടരുന്നു. നമുക്ക് യോഗയുടെ ഒരു ചെറിയ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കൈകൾ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തി, കൈകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ തിരിച്ച് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. വിരലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലിന്റെ ഉപ്പൂറ്റി പൊക്കി പിടിക്കുക. മാക്സിമം സമയം അങ്ങനെ നിന്നിട്ട് പതുക്കെ കൈകൾ റിലീസ് ചെയ്യാം, എന്നിട്ട് പതിയെ കാലുകളും റിലീസ് ചെയ്യാം. ഓക്കെ, കൈകൾ താഴെ ഇട്ടു. വജ്രാസനം തുടങ്ങാം. എല്ലാവരും മുട്ടുമടക്കി കാലിന്റെ വിരലുകൾ നൂത്തിട്ട് കാലിന്റെ ഉപ്പൂറ്റിയിൽ ഇരിക്കുക. ഇനി നമ്മുടെ കൈകള് ചിന്മുദ്രയിൽ വെക്കുക, നട്ടല് നിവർന്നിരിക്കുക, കണ്ണടച്ചു വെക്കുക. ശ്രദ്ധ പുരികക്കൊടികളുടെ മധ്യത്തിൽ മാത്രം കൊണ്ടുവരിക. കണ്ണടച്ചു വെച്ചേ.
ശ്രദ്ധ കേന്ദ്രീകരിച്ചേ. നമ്മുടെ പുരികക്കൊടികളുടെ മധ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചേ. നമ്മൾ ഈ കാണുന്നതാണ് വജ്രാസനം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒക്കെ വജ്രം പോലെ തിളങ്ങുന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. നമ്മുടെ സ്ഥാപനത്തിൽ 50ഓളം പഠിതാക്കളാണുള്ളത്. വിവിധ മാനസിക വെല്ലുവിളി നേരിടുന്നവർ തരത്തിലുള്ള ഓട്ടിസം, മെൻ്റൽ റിട്ടാർഡേഷൻ, സെർബൽ പാൾസി, ഡൗൺ സിൻഡ്രം എന്നീ തരത്തിലുള്ള കുട്ടികളാണ് ഇവിടെ പഠിച്ചു വരുന്നത്. തുടർച്ചയായിട്ട് നമ്മുടെ ഇവിടെ ഒരു 15 മിനിറ്റ് രാവിലെ യോഗ അഭ്യസിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് മുട്ടുമടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികൾ വജ്രാസനത്തിലൂടെ ഇന്ന് മുട്ടുമടക്കി അത് യോഗ അഭ്യസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും ഇന്ന് പത്മാസനത്തിലിരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ യോഗയിലൂടെ വന്ന ഒരു മാറ്റമാണ്. ഇപ്പം അവിടുത്തെ അധ്യാപിക പറഞ്ഞു, അതായത് മുട്ടുമടക്കി ഇരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പോലും ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ആ സ്ട്രഗിൾ തന്നെ ആ ഒരു പോസിറ്റീവ് എഫക്റ്റ്. ഇപ്പം അതുപോലെ തന്നെ മാഡം പറഞ്ഞു മാസത്തിൽ ഒരു ദിവസമാണ് ക്ലാസ് കൊടുക്കുക. അത് കൂട്ടാനുള്ള എന്തെങ്കിലും വഴികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ ബഡ് സ്കൂളിൽ യോഗ ഇവിടെ ഒരു കരിക്കുലം എങ്ങനെയാണ് ഈ ബഡ് സ്കൂളിൽ ഈ യോഗയുടെ ക്ലാസ് കൂട്ടിക്കൊണ്ട് അതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന സ്കോളർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്? ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. 1000 രൂപയോളം സ്കോളർഷിപ്പ് ഇവർക്ക് എല്ലാ മാസവും അവരുടെ വീടുകളിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് യൂണിഫോം വാങ്ങാനായിട്ടുള്ള പണം, അതേപോലെ തന്നെ അവർക്ക് യാത്രാ ചെലവിനുള്ള, അതായത് നമ്മുടെ ബഡ് സ്കൂളിലേക്ക് അവരെ എത്തിക്കാനും തിരിച്ചവരെ വീട്ടിലേക്ക് അയക്കാനുമുള്ള യാത്രാബത്ത, അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന മറ്റു ആനുകൂല്യങ്ങളായിട്ടുള്ള അവരെ ടൂറിന് കൊണ്ടുപോകാനായിട്ടുള്ള പണം, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ഇവരുടെ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാധാരണ ഒരു ബഡ് സ്കൂളിൽ കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഇത്തരത്തിലുള്ള ബഡ് സ്കൂളുകളിൽ പല പഞ്ചായത്തുകളിലും നമുക്ക് ഇന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ യോഗ കാരണം ഈ കുട്ടികൾക്കുണ്ടായ മേന്മകൾ എന്തൊക്കെയാണ്? അപ്പോൾ അവർക്ക് സ്വയം പര്യാപ്തത്തിൽ എത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം എങ്ങനെയാണ് അവരുടെ പേരൻസും ഇവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ്? അത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമുക്കിപ്പം പറയുന്ന പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ വീട്ടിലെങ്ങനെയാണ് നേരത്തെ അല്ലെങ്കിൽ ഇപ്പോഴവരെങ്ങനെയാണ് യോഗ പഠിച്ചതിന് ശേഷം എന്നുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അവരുടെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അവർ സാധാരണ പോലെ അവർ എന്തെങ്കിലുമൊക്കെ അവർ സ്വയം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവരുടെ ഒരു ആർജവം കൂടിയിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. അതെ, ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ, അവർക്ക് പല കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുഞ്ഞുങ്ങളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു മേന്മ എന്ന് പറയുന്നത് അവരുടെ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ് അതൊരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും ഈ ഫൈൻ മൂവ്മെൻറ്റ്സ് ആണല്ലോ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അത്തരം കാര്യങ്ങളിൽ അവർ, കാരണം നമ്മൾ ഇങ്ങനെ ചിന്മുദ്രയിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 2 വിരലുകൾ ചേർത്താണ് അങ്ങനെ വെക്കേണ്ടത്. അപ്പോൾ അതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിലൊന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുമ്പോൾ ആ പുരികക്കൊടികളുടെ മധ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുവരാനൊക്കെ അവർക്ക് ആദ്യമൊക്കെ പാടാണ്. നമ്മളൊന്ന് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ പോലും അവർക്ക് പ്രയാസമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരിന്ന് കണ്ണടച്ചിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വജ്രാസനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ആ കാണുന്ന വീഡിയോയിൽ തന്നെ അതിൽ ഒരു മോന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വജ്രാസനം ഇരിക്കാനായിട്ട് പറയുമ്പോൾ അവൻ്റെ ആ ഒരു സമയത്ത് വരുന്ന ഒരു മാനസികമായിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അവർക്കിങ്ങനെ അവരുടെ മൈൻഡ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവരുടെ എന്താ പറയുക ആ ഒരു മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ആ സമയത്തത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ ചിലപ്പം റിബലായിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അവിടെ നമ്മൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി ഫ്രണ്ടിലുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കണ്ടോ, അതുപോലെ മോനും ചെയ്യണം, ചെയ്താൽ അതിന് മോന് ഗുണം കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനെയും കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവരുടെയും ഒരു സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു യോഗ പദ്ധതിയൊന്നും ഒരു ബഡ് സ്കൂളിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം അവർക്കതിന് പ്രയോജനം കിട്ടുന്നത് കൊണ്ടാണ് ഈ തീരെ പറ്റാത്ത കുഞ്ഞുങ്ങളെ പോലും എൻ്റെ കുഞ്ഞിനെയും കൂടെ ഡോക്ടർ യോഗയിൽ കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് ഓരോ പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലും അവർ പറയുകയും നമ്മൾ അതിനനുസരിച്ചിട്ട് തീരെ പറ്റാത്തവരെ പോലും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുകയും പതുക്കെ അവരെ അതിലേക്ക് ശരിയാക്കി എടുക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിലേക്ക് വരാം.
അതിനു മുമ്പായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ശശാങ്കാസനം. കൈകൾ രണ്ടും മുട്ടിന്റെ രണ്ട് സൈഡിലായിട്ട് വെച്ച് പതിയെ കൈകൾ ഫ്രണ്ടിലോട്ട് നിരക്കി തല തറയിൽ മുട്ടിച്ച് മാക്സിമം സമയം അങ്ങനെ ഇരുന്നിട്ട് പതിയെ കൈകൾ റിലീസ് ചെയ്ത് തല മുകളിലേക്ക് ഉയർത്തി സ്ട്രെയിറ്റ് ആവുക. പശ്ചിമോത്താസനം ചെയ്യാമോ? കൈകളെ ഫ്രണ്ടിലോട്ട് നീട്ടിപ്പിടിച്ച് ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തി പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ കാലുകളിൽ തൊടാൻ ശ്രമിക്കുക. തല മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. പതിയെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മേൽപോട്ട് ഉയർത്തി പതിയെ കൈകൾ സൈഡിൽ താഴ്ത്തി വെക്കുക. എൻ്റെ പേര് രാജൻ. വെളുപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള മഹാത്മജി ബഡ് സ്കൂളിൽ പഠിക്കുന്ന രഞ്ജിത്ത് ലാൽ എന്ന കുട്ടിയുടെ അച്ഛനാണ്. ഈ സ്കൂളിൽ ഡോക്ടർ സ്മിത മാഡം ഒരു യോഗ ക്ലാസ് നടത്തുന്നുണ്ട്. ആ യോഗ അഭ്യസിച്ച് എൻ്റെ മകൻ കൂട്ടുകാരും വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന അലർജി, ശ്വാസകോശ അസുഖങ്ങൾ വളരെ കുറവുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വലിയ സന്തോഷമുണ്ട്. പേരൻസിൻ്റെ ഒരു റിയാക്ഷനാണ് കണ്ടത്. അപ്പോൾ അവർക്ക് ഈ വെല്ലുവിളി നേരിടുന്ന കുട്ടികളിലെ പേരൻസാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എത്രമാത്രം ഉണ്ട്? കാരണം അവരെ സംബന്ധിച്ച് ഇവർക്ക് വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവർക്ക് വലിയ കാര്യമാണ്. നമുക്കറിയാം അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കവും ഒക്കെ. കാരണം അത്തരം മാതാപിതാക്കൾക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം അത്തരം സ്പെഷ്യൽ കുട്ടികളുള്ള സ്പെഷ്യൽ പേരൻസിന് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുന്നെങ്കിലും അവരുടെ ഉള്ളൊന്ന് പരിശോധിക്കുമ്പോഴാണ്, കാരണം അവർ പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ഇവരെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ അവരുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങും. പക്ഷേ വളരെ സമചിത്തതയോടെ ഇതൊക്കെ എൻ്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് എന്ന് ബോധ്യത്തോടെ നന്നായിട്ട് ആ മാനസിക പിരിമുറുക്കത്തിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന അച്ഛനമ്മമാരുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഇവർക്ക് കിട്ടുന്ന ഒരു ചെറിയ വ്യത്യാസം, കാരണം നമുക്കിവർക്ക് ഒരു വലിയ വ്യത്യാസമൊന്നും നമ്മുടെ യോഗയിലൂടെ പോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് വളരെയേറെ ഒരു റിലാക്സേഷൻ അവർ ഈ യോഗയിലൂടെ അനുഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഫീഡ്ബാക്കിലൂടെ മനസ്സിലാക്കാറുണ്ട്. കാരണം യോഗ പഠിക്കാത്തവരെയും യോഗ പഠിച്ചവരെയും കൂടെ തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വ്യത്യാസം അത് വളരെ വലിയൊരു വ്യത്യാസമാണ്. കാരണം നേരത്തെ നമ്മുടെ ആ ഒരു അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറയുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒരുപാടുള്ള കുഞ്ഞുങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് നമുക്ക് പ്രാണായാമങ്ങളും അതേപോലെ തന്നെ അതിലും പ്രത്യേകിച്ചും അവർക്ക് കൂളിംഗ് ആയിട്ടുള്ള പ്രാണായാമാസ് ഒക്കെ തന്നെ നമ്മൾ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മനസ്സിനൊരു പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അല്ലാതെ നമുക്ക് ഈ പറയുന്ന സൂര്യനാഡി പ്രാണായാമം പോലുള്ളതും അതുപോലെ നാഡിശുദ്ധി പ്രാണായാമം പോലുള്ള പ്രാണായാമങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്രോങ്കിയൽ ആസ്മയും അതേപോലുള്ള അലർജിക് പ്രശ്നങ്ങളൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള ഒരു വലിയ ഉത്തരം യോഗയായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ബഡ് സ്കൂളിൽ തന്നെ നമുക്ക് സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും അങ്ങനെയുള്ള എല്ലാ തെറാപ്പീസും നമ്മുടെ ബഡ് സ്കൂളിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ യോഗയും കൂടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പോലും അത് ഗുണകരമാകുന്നു. അവരുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യാൻ പോലും നമുക്ക് യോഗ കൊണ്ട് സാധിക്കുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഈ കാണുന്ന യോഗ ആസനാസും പ്രാണായാമാസും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ ഇവരിലേക്ക് ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് യോഗയിലെ ആദ്യത്തെ സ്റ്റെപ്സ് ആയിട്ടുള്ള യമനിയമാദികളാണ്. യമനിയമാദികൾ എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെയാണ് മറ്റൊരാളോട് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ യമ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ 5ഓളം വിവിധ സ്റ്റെപ്പുകളുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു 10ഓളം സ്റ്റെപ്സ് 2 യമനിയമാദികളിലൂടെ നമ്മളിവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കുള്ളതൊക്കെ ഈശ്വരനെ സമർപ്പിക്കാനുള്ളൊരു മനോഭാവവും അശ്രമന്മാരോടും ടീച്ചേഴ്സിനോടും ഒക്കെ നല്ല ബഹുമാനത്തോടും സ്നേഹത്തോടും സംസാരിക്കാനുള്ള ഇവരുടെ ഒരു ആർജവും ഒക്കെ കൂട്ടിയെടുക്കുക. പിന്നെ നമുക്കറിയാം സാധാരണക്കാരായ കുഞ്ഞുങ്ങളിൽ നമ്മളത് ചെയ്യുന്നത് പോലെ അത്ര ഈസി അല്ല നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെയ്യുമ്പോഴേക്കും. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്, ഇത്രയും കാലത്തെ ഒരു പരിചയം കൊണ്ട് ഞാൻ പറയുകയാണ്. നമുക്കതിലേക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ
ഹലോ, കേൾക്കാമോ? ഈ അലർജി കേൾക്കാം. പേരെന്തുകൊണ്ട് പറയാ സാർ? അറിയാം. അലർജി പേര് ശ്രീനിവാസൻ. ശ്രീനിവാസൻ. പറഞ്ഞോളൂ സാർ. മാഡത്തിനോട് സംസാരിച്ചോളൂ. അലർജി കൊണ്ടുള്ള അലർജി ഇച്ചിരി ഉറക്കെ സംസാരിക്കാവോ? കുറച്ചുകൂടി ഉറക്കെ. ഒരുപാട് നാളായി സാറ് അലർജി കുറയാൻ യോഗ ചെയ്യണമെന്നുള്ളതാണ്. പ്രാണായാമം. ഓക്കെ. ഏറ്റവും പ്രധാനം നമ്മുടെ ആഹാരവിഹാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ദിവസവുമുള്ള ഒരു ചര്യ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കണം. ഇൻ ടൈമിൽ നമ്മൾ എണീക്കുകയും ഇൻ ടൈമിൽ ഉറങ്ങുകയും അതേപോലെ തന്നെ ടൈം ഇൻ്റർവെൽസ് കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഏതൊരു ആഹാരവും ചൂടോടുകൂടി മാത്രം കഴിക്കാനും തണുത്തതൊന്നും കഴിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യോഗ എന്നതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ദിനചര്യ കറക്റ്റ് ചെയ്ത് പോകുക എന്നുള്ള ഒരു വസ്തുത ഏറ്റവും പ്രധാനമാണ് അലർജി പോലുള്ള രോഗങ്ങളിൽ. പ്രത്യേകിച്ചും നമ്മുടെ കുളി പോലും നമ്മൾ തല കുനിച്ചു കുളിക്കുക, അത് കഴിഞ്ഞാൽ നല്ലോണം തല തോർത്തി രാസ്നാദിപ്പൊടി തിരുമുക, അതുപോലെ നമ്മൾ ഒരുപാട് സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്ത് തല വിയർത്തൊരു പ്രയാസം ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കറക്റ്റ് ചെയ്ത് പോരണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉപ്പുവെള്ളം കവിൾ കൊള്ളുക, മുഖത്താവി പിടിക്കുക, കരിപ്പട്ടിക്കാപ്പി ഇട്ട് കുടിക്കുക, ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം വേണം യോഗയിലെ പ്രാണായാമങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ യോഗയിലെ പ്രാണായാമങ്ങളിൽ നമുക്കൊരു ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത് നാഡിശുദ്ധി പ്രാണായാമവും സൂര്യനാഡി പ്രാണായാമവുമാണ്. ഓക്കെ. സൂര്യനാഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മൂക്കിലും മാറി മാറി അനുലോമ വിലോമ നമുക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. മിനിമം ഒരു 7 തവണയെങ്കിലും. എങ്ങനെ? അതെ, നാഡിശുദ്ധി പ്രാണായാമമാണെങ്കിലും സൂര്യനാഡി പ്രാണായാമമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു 7 to 21 ടൈംസ് മിനിമം ചെയ്യുക. പിന്നെ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ സാർ, ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് സാമൂഹ്യ പാഠത്തിലൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തുടരും. മാറിയില്ല കഥയൊട്ട്, മാറുന്നുണ്ട് സ്റ്റൈൽ മറ്റും. നമ്മൾ കേട്ട കഥ അതു തന്നെ, കണ്ട കഥ അതു തന്നെ, ഇനിമേൽ പറയും ഡിജിറ്റൽ. Download Waves OTT app now and watch for free. സാമൂഹ്യ പാഠം തുടരുന്നു. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. മേരുദണ്ഡാസനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഓക്കെ, കാലുകൾ ചേർത്ത് വെച്ചു, തല നേരെ വെച്ചു, കണ്ണുകൾ അടച്ചു. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കാല് മേൽപോട്ട് ഉയർത്തുക. ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് വലത്തെ കാല് മേൽപോട്ട് ഉയർത്തുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണേ. മാക്സിമം എത്ര പറ്റുമോ അത്രയും സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി വയ്ക്കുക. ഞാൻ ഇവിടെ ബസ് സ്കൂളിലെ ഗോപികയുടെ അമ്മയാണ്. ഞാൻ 6 മാസം കൊണ്ട് കുട്ടികൾക്ക് ഇവിടെ ഒരു യോഗ ക്ലാസ് ഡോക്ടർ നടത്തി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ പങ്കാളികളും കൂടെ ആണ്. ഇവിടെ ടീച്ചർമാർ നമ്മളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുടെ കൂടെ നിന്ന് അവർക്ക് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും വർഷം ഇവിടെ ക്ലാസ്സിൽ വന്നിട്ട് ആദ്യമായാണ് ഈ ഒരു യോഗ ക്ലാസ് ഇവിടെ കൊണ്ടുവരികയും ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അച്ഛനമ്മമാരിൽ നിന്നുള്ള ഞങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ നിന്നും ഒരു വെല്ലുവിളികൾ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല ഒരു പ്രയോജനമുണ്ട്. എൻ്റെ കുട്ടിയല്ല, ഇവിടെ വരുന്ന എല്ലാ മക്കളും ഞങ്ങൾ ഒന്നുപോലെ കണ്ടുകൊണ്ട് ടീച്ചർമാരും ഡോക്ടേഴ്സും നല്ലതുപോലെ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് തന്നതിന് നന്ദി പറയുന്നു. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട പോലെ വളരെ ഇമോഷണലി നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾ ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു, അതായത് ഈ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ മാഡത്തിന്. അപ്പോൾ അത് വെച്ച് ഈ നമ്മുടെ ഈ കുട്ടികളുടെ ഈ ഒരു ബിഹേവിയർ എങ്ങനെ ചേഞ്ചസ് ആക്കുന്നുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ അമ്മയുടെ ഒരു വാക്കുകളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം അവർക്ക് യോഗ കിട്ടിത്തുടങ്ങിയപ്പോൾ അത് ഒരുപാട് ആശ്വാസകരമായിട്ട് മക്കൾക്ക് മാത്രമല്ല അച്ഛനമ്മമാർക്ക് പോലും അതൊരു ആശ്വാസകരമാണ്. കഴിയുന്നതും അവരും കൂടെ യോഗയിൽ വന്ന് പങ്കെടുക്കാറുണ്ട്, അവരിത് പഠിച്ചെടുക്കാറുണ്ട്. എന്നിട്ടാണ് അവരിത് വീട്ടിലവരെ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ഇവിടെ വെച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അവർ വീട്ടിലെത്തുമ്പോഴേക്കും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഇത് പഠിച്ചെടുത്തിട്ട് പോവുകയാണെങ്കിൽ അവർക്കത് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ടീച്ചേഴ്സും കൂടി ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുമ്പോഴേക്കും അവരതിൽ നന്നായിട്ട് പ്രാവീണ്യമുള്ളവരായി മാറുന്നതാണ്. ശരിക്കും നമുക്കിപ്പം അവിടെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ പലരും സെമി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്കവിടെ ഏറെയും ഉള്ളവർ. അപ്പോൾ അവരൊക്കെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50% വലിയ പ്രയാസങ്ങൾ ഇല്ലാത്തവരുമുണ്ട്. എന്നാൽ 50%-ലേറെ പ്രയാസമുള്ളവരുമുണ്ട്. അപ്പോൾ ഇവരെ ശരിക്കും നമുക്ക് തരംതിരിക്കേണ്ടി വരും പലപ്പോഴും നമ്മുടെ യോഗ പ്രാക്ടീസസ് പഠിപ്പിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ഒരു 50% മാത്രം പ്രയാസമുള്ളവരൊക്കെ നന്നായിട്ട് നമ്മൾ യോഗയുടെ ഒപ്പം കൂടെ ഓടിയെത്തും. പക്ഷെ ബാക്കിയുള്ളവർക്ക് നമ്മൾ കുറച്ചും കൂടെ സമയമെടുത്ത് നമുക്ക് അവരെ പഠിപ്പിക്കേണ്ടി വരും. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇവർ ഓരോ പ്രാവശ്യവും ഓരോ യോഗയും ചെയ്ത് കഴിയുമ്പോൾ കൊള്ളാം, നിങ്ങൾ നന്നായി ചെയ്തു കിട്ടോ മക്കളെ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഏതൊരു വ്യക്തിക്കും അങ്ങനെയാണല്ലോ. ഒരു അപ്രീസിയേഷൻ അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അവരെ കെയർ ചെയ്യുന്നത് ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആണ്, അവർ ഭയങ്കര കെയർ സീക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അറ്റൻഷനും കെയറും കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അവർ ഈ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ടോപ്പായിട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാംസിന് അവരെ കൊണ്ടുപോകുമ്പം അവർ പറയും, ഡോക്ടർക്ക് ഞങ്ങൾ മോശം വരുത്തില്ല കേട്ടോ, ഞങ്ങൾ നന്നായിട്ട് അവിടെ പോയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ്. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവർ തന്നെ സ്വയമേവ കൂട്ടിക്കൊണ്ട് വരുന്നത് ഒരു പക്ഷേ ഈ യോഗയിലൂടെ തന്നെയാണ്. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു, അവരുടെ മെമ്മറി കുറച്ചും കൂടെ ഒക്കെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ നമുക്കൊന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ യോഗ ചെയ്യുന്നതിന് മുൻപ് പലപ്പോഴും പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, മിക്കവാറും ഇവർക്ക് അസുഖങ്ങളാണ്, എപ്പോഴും ക്ലാസ്സിൽ അറ്റൻഡൻസ് പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ ടീച്ചേഴ്സും പറയുന്നുണ്ട് അവർ കഴിയുന്നതും ഒരുപാട് ദിവസങ്ങളിൽ അവർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാതെ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവരുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് അവരുടെ രോഗപ്രതിരോധ ശക്തിയെ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ഒക്കെ നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ ആശ്വാസമായിട്ടാണ് ഞാൻ കരുതുന്നത് അവരെ സംബന്ധിച്ച്, അവരുടെ പേരൻസിനെ സംബന്ധിച്ച്. ഇപ്പോൾ പേരൻസിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പേരൻസിന് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? പേരൻസിന് പ്രത്യേകമായിട്ടല്ല, ശരിക്കും ഈ കുട്ടികളോടൊപ്പം അവർ വന്ന് നിന്നിട്ട് ഇത് ചേർന്ന് കണ്ട് പഠിക്കും. അവർക്ക് സംശയമുള്ളതിനെ അവർ കറക്റ്റ് ചെയ്യും. കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും പേരൻസ് പിന്നെയും അവർക്കുള്ള സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട്, കാരണം നമുക്കറിയാം സാധാരണ പേരൻസിനെ പോലെയല്ല, ഇവർ സ്പെഷ്യൽ പേരൻസ് ആണ്. അപ്പോൾ അവർ ശരിക്കും നമ്മൾ സാധാരണക്കാരായ അമ്മമാരെ എത്രത്തോളം ഒരു കുട്ടിക്ക് കെയറും സ്നേഹവും അറ്റൻഷനും കൊടുക്കുമോ അതിൻ്റെ 4 ഇരട്ടിയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് പോകാനും ഇത്, കാരണം ഇവരുടെ മക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവരത് ഏറെ ഭംഗിയായിട്ട് അവരിലേക്ക് അത് എത്തിക്കാനും അവരുടെ മക്കളെ അതിലേക്ക്, കാരണം ഒന്ന് സ്വയം പര്യാപ്തതയായി കിട്ടുവാൻ തന്നെ പലപ്പോഴും പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പലപ്പോഴും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള വേദികളൊക്കെ തന്നെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ വിളപ്പിൽ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ഒരു ജനപ്രതിനിധികളുടെ 20 വാർഡിലെയും മെമ്പർമാർ ഒരു നല്ല കൂട്ടായ ഒരു ഉത്തരവാദിത്വ ബോധം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ബഡ് സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളും. പ്രത്യേകിച്ചും നമ്മുടെ നൂലിയോട് വാർഡിലാണ് ഈ ഒരു ബഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നൂലിയോട് വാർഡ് മെമ്പറിൻ്റെയൊക്കെ വളരെയധികം ഒരു പിന്തുണയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ആദരണീയമായിട്ടുള്ള MLA IB സതീഷ് സാറ് കഴിയുന്നതും എവിടെയൊക്കെ നമ്മുടെ യോഗ പ്രാക്ടീസസ്, ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ മാനവ ശൃംഖല എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി കാട്ടാക്കട മണ്ഡലത്തിൽ നടത്തുകയുണ്ടായി. അപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാമിൽ പോലും യോഗയെ ലഹരിയാക്കുക എന്നുള്ളത് പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് നമ്മുടെ ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് വളരെ ഒരു മെസ്സേജ്, വലിയൊരു മെസ്സേജാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനിടയ്ക്ക് മാഡം പറഞ്ഞിരുന്നു നമ്മൾ കാറ്റഗറൈസ് ചെയ്ത്, ഇപ്പം നമുക്ക് അവിടെ ഉള്ള കുട്ടികളിൽ
ഓട്ടിസം ബാധിച്ചവരുണ്ടാകാം, ഡൗൺ സിൻഡ്രോം ഉണ്ടാകും, ADHD ഉണ്ടാകും. അപ്പം ഈ ഓട്ടിസം ബാധിച്ചവർക്ക് എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നത്? കാരണം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ നട്ടലിന് അല്ലെങ്കിൽ വൈകല്യങ്ങൾ കുറച്ച് കൂടുതലുള്ള കുട്ടികളുണ്ടാകാം. അപ്പോൾ അവരുടെ അതനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഗയുടെ ഈ ഓട്ടിസത്തിൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് സെമി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ അവരെ യോഗ പഠിപ്പിക്കാനും അവരെ അതിലേക്ക് എത്തിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ കുറച്ചും കൂടെ നല്ല ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കൾക്കാണെങ്കിൽ ശരിക്കും വലിയ പ്രയാസമാണ് നമുക്കത് പഠിപ്പിച്ചെടുക്കാനായിട്ട്. പലപ്പോഴും ശരിക്കും നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ബാക്കിൽ നിന്നിട്ടൊരു കുട്ടി എൻ്റെ മുടി അത്രയും പിടിച്ചിങ്ങനെ വലിക്കുകയായിരുന്നു. അപ്പോൾ കാരണം അവർക്ക് അറിയില്ല അവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും ചിന്തിക്കാതെയാണ് അവർ ചെയ്യുന്ന പല പ്രവൃത്തികളും, അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ യോഗ പ്രോഗ്രാം അവിടെ നടക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോൾ അതിനെ നമ്മൾ മറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് അവൾക്ക് നമ്മളോട് ആ ഒരു ദേഷ്യമാണ് വരുന്നത്. കാരണം അവൾ ആ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നുള്ള കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര വല്ലാത്ത വയലൻസ് കാണിക്കും ഇവർ. നമ്മൾ ഇപ്പം ഈ കാണുന്ന യോഗയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുവെങ്കിലും ഇതിനൊരു മറുപുറമുണ്ട്. ചില സമയത്ത് ഇവർ വല്ലാണ്ട് വയലൻ്റ് ആവും. ഇവർ പോയിട്ട് അവിടെയുള്ള ഗ്ലാസ്സൊക്കെ ഇടിച്ച് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കും. അവിടെയൊക്കെ നമ്മുടെ ഓരോ ടീച്ചേഴ്സിൻ്റെയും ശ്രദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ടൈം കൂടുതലെടുത്ത് അവർക്ക് സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് ആസനാസിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ പ്രാണായാമങ്ങളൊന്നും നമ്മൾ ആ പറയുന്ന റേഷ്യോയിലൊന്നും നമ്മൾ ചെയ്യില്ല. അവർക്ക് പറ്റുന്ന തരത്തിലേക്ക് എത്രത്തോളം അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ അതെടുക്കുക, എത്രത്തോളം അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമോ അത് മാത്രം മതി, അല്ലെങ്കിൽ വെറുതെ ഒരു ഡീപ്പ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ മാത്രം മതി എന്ന് നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചിങ് ആസനാസും വളരെ സിമ്പിളായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസും ആയിരിക്കും നമ്മൾ ആസ് സച്ച് യോഗ അല്ലെ പ്രാണായാമങ്ങളോ അല്ലെങ്കിൽ ആസനാസോ ചെയ്യുന്നതിനേക്കാളും സിമ്പിളായിട്ട് ചെയ്തായിരിക്കും നമ്മൾ ഇതിലേക്ക്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം മാഡം പറഞ്ഞതിൻ്റെ അകത്ത് അവർ കുറച്ച് വയലൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യോഗ കാരണം അതിൻ്റെ ആ വയലൻസിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും? വളരെയധികം ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആ ഒരു പ്രയാസത്തിൽ നിന്ന് മാറാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ദേഷ്യം വരുന്ന ഒരു തോത് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു ചെറിയ കാലയളവ് കൊണ്ട് നമുക്ക് ടോട്ടലി ഒന്നും മാറ്റാനൊന്നും കഴിയില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാമെങ്കിലും ഒരു വലിയ വ്യത്യാസം എനിക്ക് വിളപ്പിൽശാല എത്തിയതിന് ശേഷം ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഈ കാണുന്ന കുഞ്ഞുങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് അവർ പഠിച്ച യോഗയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ 7 വർഷം കൊണ്ടും 3 വർഷം കൊണ്ടുമൊക്കെ പഠിച്ചവരാണ് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ഇവരിൽ വരുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഇവർ ഈ അറ്റൻഷൻ സീക്കിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെല്ലാൻ വേണ്ടി ഇപ്പോൾ മാസത്തിൽ ഒരു ദിവസം ഞാൻ ചെല്ലുന്നെങ്കിൽ ആ ഒരു ദിവസത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുക. നമ്മൾ ചെല്ലുമ്പോഴേക്കും നമ്മളോട് ആ കാര്യങ്ങൾ സംസാരിക്കാനും നമ്മളോട് ഇടപെടാനും ഈ യോഗ പഠിക്കുവാനും. യോഗ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ഒരു എന്താ പറയുക എൻജോയ് ചെയ്താൽ പഠിക്കുന്നത്. അവരൊരു വലിയ ഒരു അവിടുത്തെ മറ്റു കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠന കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ പഠിക്കും പോലെയല്ല. അപ്പോൾ അവർ എൻജോയ് ചെയ്താണ് അത് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കും ടീച്ചേഴ്സിനും അവരോട് കൂടെ നിന്ന് ഇത് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ വസ്തുത. നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ. ആ സാറേ പേര് പറയാമോ? സാറേ പേരൊന്നുകൂടെ പറയാം. മോഹനൻ. സാറേ എവിടെ നിന്ന് വിളിക്കുന്നേ? എറണാകുളം. ഓക്കെ, മാഡത്തിൻ്റെ സംസാരിച്ചോളൂ. നമസ്കാരം. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ കുട്ടികൾക്ക് ഏത് തരം ഇപ്പോൾ തന്നെ യോഗാസനങ്ങൾ അതേപോലെ പഠിപ്പിക്കാൻ പറ്റും, അതേപോലെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അവലംബിക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പിന്നെ 12 വയസ്സ് ആവണം കുട്ടികൾക്ക് യോഗ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ എന്നുള്ളത്? നമ്മൾ സാധാരണ കുട്ടികളാണെങ്കിൽ നമുക്കൊരു 5 വയസ്സ് മുതൽ തന്നെ ക്രീഡാ യോഗ എന്നുള്ള രീതിയിൽ നമ്മൾ യോഗ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന കാലം മുതൽ അവർക്ക് യോഗ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ശരിയായ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. 80 വയസ്സ് വരെ വേണമെങ്കിലും അല്ലെങ്കിൽ 90 വയസ്സ് വരെ വേണമെങ്കിലും നമുക്ക് യോഗ ചെയ്യാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം,
എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന അസുഖങ്ങളിലല്ലേ എങ്ങനെയാണ് അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള യോഗാസനാസ് അല്ലെങ്കിൽ പ്രാണായാമങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വജ്രാസനം, പത്മാസനം, സിദ്ധാസനം, സുഖാസനം ഒക്കെയാണ്. അതായത് വളരെ സിമ്പിളായിട്ട് അവർക്ക് ഇരുന്ന് സമാധാനപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും അവരെങ്ങനെ ഇരിക്കും എന്ന്, പക്ഷെ അങ്ങനെയല്ല. അതിനെ നമ്മൾ അത് ചെയ്യുന്നതിൽ അതൊരു എന്താ പറയുക ക്രീഡായോഗ പോലെ ഇത് ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിൽ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റാവും. കാരണം ഇത് നമ്മൾ വജ്രാസനം ചെയ്താൽ നമ്മൾ വജ്രം പോലെ തിളങ്ങും, നമ്മുടെ സൗന്ദര്യം കൂടും, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. അല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അവരെ പിടിച്ചിരുത്തേണ്ടത്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് ഇങ്ങനെയുള്ള മറ്റ് ചില പ്രയോജനങ്ങൾ ഇതിൽ നിന്ന് മക്കൾക്ക് കിട്ടും, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് അവരെ നമ്മൾ കൂട്ടായിട്ട് ചേർത്ത് പിടിച്ചേ നമുക്ക് ഇവരെ യോഗ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വജ്രാസനത്തിലും പത്മാസനത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ സമയം അവർ ആ ചിന്മുദ്രയിലൊക്കെ കൈകൾ വെച്ച് ആ കാലുകൾ നമ്മൾ കാൽമുട്ട് മടക്കിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് അവരുടെ ആ എനർജി ഫ്ലോ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അത് മാത്രവുമല്ല അവർ കണ്ണുകളടച്ച് അവരുടെ ശ്രദ്ധയെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഭ്രൂമധ്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്രീത്തിങ്ങിനുള്ള വയറ് പൊങ്ങി താഴുന്നത് മാത്രം കൗണ്ട് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അവരുടെ ആ ശ്രദ്ധ അവർ കുറച്ചും കൂടെ അതിലേക്ക് കൊടുക്കും. എപ്പോഴും ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാം, അവരുടെ ആ ഒരു ശ്രദ്ധയെ മാറ്റിവിടുക എന്നുള്ളതാണ്. നമ്മൾ നോർമൽ ചിൽഡ്രനിലും അങ്ങനെ തന്നെയാണ് ചെയ്യാം. കാരണം ഒത്തിരി ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ വാസനകൾ എന്താണ്, അവരുടെ കലാകായികപരമായിട്ടുള്ള വാസനകൾ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ പതുക്കെ അതിലേക്ക് ചാനലൈസ് ചെയ്യുക. അങ്ങനെ ചാനലൈസ് ചെയ്യുമ്പോൾ പതിയെ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു വരിക ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിളപ്പിശാലയൊക്കെ നമ്മൾ ചെണ്ട പോലുള്ള വാദ്യോപകരണങ്ങളൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇവർ വിഭിന്ന ശേഷിയുള്ളവരാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർ ശരിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഏറ്റവും ടോപ്പായിരിക്കും. അത് നമ്മൾക്ക് മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും കണ്ടെത്താൻ സാധിക്കണം. അവിടെയാണ് വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലറായിട്ടുള്ള ആ ഒരു കലാകായികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ നമ്മൾ ചാനലൈസ് ചെയ്താൽ അവർ അതിൽ ടോപ്പായി വരികയും ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ പലപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ മൊത്തം കലണ്ടറുകൾ ഡേറ്റ് സഹിതം പറയാൻ അറിയാവുന്ന ഒരുപാട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ട് അല്ലേ. അപ്പം ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ളവരാണ് അവരും. അതേപോലെ തന്നെ കൃത്യമായിട്ടും നമ്മൾ പോലും അറിയാത്ത തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായിട്ട് ഓരോ ദിവസവും എത്ര പേര് കോവിഡായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അതെല്ലാം വിഭിന്നമായ ശേഷിയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഏറ്റവും സ്നേഹത്തോട് അത് തന്നെ എടുത്തെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എത്രത്തോളം സ്നേഹം കൊടുക്കുക, എത്രത്തോളം കരുതൽ കൊടുക്കുക, അവർ നമ്മളിലൊരാളായി മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുമ്പോൾ ഇവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് പതുക്കെ കുറച്ചെടുക്കാൻ പറ്റും. പിന്നെ പ്രാണായാമങ്ങൾക്ക് വളരെയേറെ വലിയ പങ്കാണ് ഇതിനകത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശീതളി പ്രാണായാമം, ശീത്കാരി പ്രാണായാമം, സദന്ത പ്രാണായാമം പോലുള്ള കൂളിംഗ് പ്രാണായാമാസ് നമ്മളവരെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ശരീരം കൂൾ ചെയ്യാൻ തുടങ്ങും, പതിയെ അവരുടെ മനസ്സ് കൂൾ ചെയ്യാൻ തുടങ്ങും, അവരുടെ ആത്മാവ് കൂൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ കാണുമ്പോൾ വെറുതെ ശ്വാസം എടുക്കുന്നു, പിടിച്ചു നിർത്തുന്നു, വിടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ചും ഇത് കാണുന്ന ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത്തരത്തിൽ നമുക്ക് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളത് യോഗയിലൂടെ തീർച്ചയാണ്. സാറേ ക്ലിയർ ആയല്ലോ? സാറെ വിളിച്ചതിന് നന്ദി. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു കാണിക്കാം. നമുക്ക് അടുത്ത പവനമുദ്ര ചെയ്യാമോ? ഓക്കെ, കാൽമുട്ടുകൾ മടക്കി വയറിന്റെ മീതെ വെച്ച്, രണ്ട് കാൽമുട്ട് മടക്കി, കാല് മടക്കി വയറിന്റെ മീതെ വെച്ച്. പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞല്ലോ, വെരി ഗുഡ്. ഇന്റർലോക്ക് ചെയ്ത് കൈകൾ കൊണ്ട് പിടിച്ച് തല മുട്ടിൽ മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. യെസ്, പതിയെ കാല് റിലീസ് ചെയ്ത് കൈകളും റിലീസ് ചെയ്ത് ശവാസനത്തിലേക്ക് പോവുക. ഓക്കെ, മകരാസനത്തിലാണ് ഇപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, മകരാസനം അല്ലെങ്കിൽ മക്രാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്കഡോയിൽ പോസ്റ്റർ ആണ്. ഓക്കെ, കാലുകൾ ദൂരെ ദൂരെ വെച്ച്, കൈകൾ ക്രോസ് ചെയ്ത് ഷോൾഡേഴ്സിൽ വെച്ച്,
താടിയോ നെറ്റിയോ നമ്മൾ എവിടെ വെച്ചിരിക്കുന്നു? ക്രോസിന്റെ നടുക്ക് വെച്ച് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ രണ്ടും നെഞ്ചിന്റെ 2 സൈഡിൽ കുത്തി, നെഞ്ചിന്റെ 2 സൈഡിൽ തറയിൽ കുത്തി. യെസ്, ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും മുകളിലേക്ക് ഉയർത്തുക. തലയും നെഞ്ചും മുകളിലേക്ക് ഉയർത്തുക. ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് തലയും നെഞ്ചും ഉള്ളിലേക്ക് ഉയർത്തുക, മുകളിലേക്ക് ഉയർത്തുക. പതിയെ തല താഴ്ത്തി വെക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനമാണ്, സർപ്പൻ പോസ്റ്റർ ആണ്. നമുക്ക് ഭുജംഗത്തിനെ പോലെ പൊങ്ങി നിൽക്കാം. ഓക്കെ, കൈകൾ രണ്ടും നെഞ്ചിന്റെ ഇരുവശങ്ങളിൽ വെച്ച് തലയും നെഞ്ചും മുകളിലേക്ക് ഉയർത്തി ഉള്ളിലോട്ട് ശ്വാസം എടുത്തുകൊണ്ട് വേണം നമ്മൾ മേൽപോട്ട് ഉയരാൻ. മാക്സിമം സമയം പിടിച്ചു നിർത്തി പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തല താഴ്ത്തി വെക്കുക. സാമൂഹ്യ പാഠം തുടരുന്നു. ഇപ്പോൾ മാഡം നമുക്ക് പറഞ്ഞു അപ്രീസിയേഷൻ ഇവർക്ക് കൊടുക്കണം, അതൊരു മെയിൻ ഘടകമാണ്. അതുപോലെ തന്നെ ഈ ഡൗൺ സിൻഡ്രോം, ADHD ഇവയൊക്കെ എങ്ങനെയാണ്? നമുക്ക് ചുരുക്കം വർക്കാണ്, ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡൗൺ സിൻഡ്രോം ഞാൻ നേരത്തെ ഒരിക്കൽ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അല്ലേ. അവിടെ ശരിക്കും ഇവർ ഭയങ്കര സ്ലോ ആയിരിക്കും, അവരുടെ ആക്ടിവിറ്റീസൊക്കെ വളരെ സ്ലോ ആണ്. ഓട്ടിസം കുഞ്ഞുങ്ങളെ പോലെ ഒന്നും അല്ല, കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതുപോലെ സെറിബ്രൽ പാൽസി പോലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ആ CP ചെയറിലിരുന്ന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ഡൗൺ സിൻഡ്രോം പോലുള്ള കുഞ്ഞുങ്ങൾ കുറച്ച് സമയം കൂടുതൽ എടുത്തേ ചെയ്യൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ചൊരു സമയം മാറ്റി വെച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരൊക്കെ പക്ഷേ പിക്കപ്പ് ചെയ്ത് വരും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ കുറച്ചും കൂടെ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ എളുപ്പമാണ്. അവർ വളരെ സ്നേഹനിധികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമുക്കവരെ കുറച്ചുകൂടി സമയം കൊടുത്തുകൊണ്ട്, അതുപോലെ ADHD ആണെങ്കിലും അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് നയപൂർവ്വം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് തന്നെ നമ്മളിവിടെ കണ്ടത്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഏറ്റവും സമയമെടുത്ത് ഏറ്റവും കൂടുതൽ അവർക്കൊരു സമയം കൊടുത്ത് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും അതുപോലെ പ്രാക്ടീസാണ് ഇത്. ഇൻ ടൈമിൽ രാവിലെയോ വൈകിട്ടോ 2 നേരം അവർക്ക് അതുപോലെ ഇവരുടെ ഒരു മൂഡ് വേരിയേഷൻ വരുന്ന സമയങ്ങൾ രക്ഷിതാക്കൾക്ക് അറിയാമായിരിക്കും. ആ വേരിയേഷൻ വരാത്ത സമയം നോക്കി അവരെ ചേർത്ത് പിടിച്ചത് ചെയ്യിപ്പിക്കണം. കാരണം ബൈ പ്രാക്ടീസിലൂടെ ഇവർക്ക് ടോപ്പിലെത്താൻ പറ്റും. മാഡത്തിൻ്റെ വാക്കുകൾ കടമെടുത്ത് തന്നെ നമ്മുടെ ഈ പ്രത്യേക പരിഗണനയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും അംഗീകാരവും നമ്മുടെ സമൂഹം ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ സാമൂഹ്യ പാഠത്തിൽ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ഡോക്ടർ സ്മിത മാഡത്തിന് സാമൂഹ്യ പാഠത്തിൻ്റെ എല്ലാവിധ നന്ദികളും അറിയിക്കുന്നു. സാമൂഹ്യ പാഠത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.